കേരളത്തിൽ നിന്ന് ഒരുപാട് പേർ ജന്തർ മന്ദറിലേക്ക് വരുന്നുണ്ട്. വീട്ടിൽ പറയാതെ വന്നതെന്നാണ് പറയുന്നത്. ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്? എറണാകുളം. എറണാകുളം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്? കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വരണം തോന്നി, അപ്പോൾ വന്നു. എങ്ങനെ വന്നു? ഞങ്ങൾ പ്ലെയിനാണ് വന്നത്. അതെ. വീട്ടിൽ പറഞ്ഞില്ല? വീട്ടില് പറഞ്ഞു, ഡൽഹിക്കാന്ന് പറഞ്ഞു, പക്ഷേ ഇങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ചിലപ്പോ അല്ലെ വീട്ടുകാർ ചിലപ്പോ പേടിക്കും. ഇല്ല, ഇപ്പൊ അറിഞ്ഞു വേണം എന്തായാലും, അത് കുഴപ്പമില്ല. അങ്ങനെ പെട്ടെന്ന് വരണം എന്ന് സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാൻ എന്താ കാരണം? ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. സോ വരണം എന്ന് തോന്നി. കാരണം ഇപ്പോൾ സംഭവിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ നിൽക്കാനായിട്ട് തോന്നിയില്ല. കുറേ നാട്ട് വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾക്ക് വരണം തോന്നി. പേരെന്താ? എൻ്റെ പേര് അശ്വജിത്ത്. അശ്വജിത്ത് എന്നാണ്. അശ്വജിത്ത് എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ എൻ്റെ കോളേജ് കഴിഞ്ഞിട്ടിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ സംവിധാനം മാറണം എന്ന് ആഗ്രഹിക്കുന്ന യുവാക്കളിൽ ഒരാളാണ്. ആക്ച്വലി ഞാൻ അത്ര പഠിക്കുന്ന ഒരാളൊന്നും അല്ല. ബട്ട് ഞാൻ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പഠിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ഫോർ ദം ഐ എം സ്റ്റാൻഡിങ് ഹിയർ ബിക്കോസ് എല്ലാവർക്കും വരണം പറ്റിയെന്നില്ല. ഇവിടെ വന്നപ്പോൾ എന്താ തോന്നി? ഇവിടെ വന്നപ്പോൾ എനർജി യു ക്യാൻ സീ ഇറ്റ് ഹിയർ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഫുഡൊക്കെ എങ്ങനെ കഴിക്കുമെന്ന് ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയാണ് നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഫുഡ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ചായ വേണമെങ്കിൽ ചായ ഇടുന്ന് കുടിക്കാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതാണെങ്കിൽ ഇവിടെ ടെൻ്റാണ്. ഇപ്പോൾ റൂം ഇവൻ തന്നെയാണ് ഞങ്ങളെ ഫുള്ള് കാണിച്ചത്. റൂം ഓഫർ ചെയ്തു, ഞങ്ങൾ റൂമിൽ നിൽക്കാം. സോ എല്ലാം ഉണ്ട് ഇവിടെ. ഞങ്ങൾ ആദ്യമേ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. ബട്ട് എവറിത്തിങ് ഈസ് ദെയർ. കൂടുതൽ ആളുകൾ വരണം എന്ന അഭിപ്രായമുണ്ടോ? വരണം എന്ന അഭിപ്രായം, ഇഫ് ദേ വോണ്ട് ടു കം ദേ ക്യാൻ കം. ഐ തിങ്ക് ദേ ഷുഡ് കം ബിക്കോസ് ഇറ്റ്സ് അവർ ഇഷ്യൂ. ദേ ഷുഡ് കം. അശ്വജിത്ത് എറണാകുളത്ത് നിന്ന്, കൊച്ചിയിൽ നിന്നാണ് ദില്ലി ജന്തർ മന്ദറിൽ സമരത്തിനെത്തിയത്.